മലപ്പുറം കൊണ്ടോട്ടി EMEA ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭിന്നശേഷിക്കാരിയായ വിദ്യാർത്ഥി അവതരിപ്പിച്ച നൃത്തം ഇപ്പോൾ വൈറലാണ്. നൃത്തം ചെയ്ത 10ാം ക്ലാസ്സുകാരി സിയാനയ്ക്കൊപ്പം താരമായ മറ്റൊരാൾ കൂടിയുണ്ട്. അതാരാണെന്ന് നിങ്ങൾ ചോദിക്കുക, പറയത്തില്ല, റിപ്പോർട്ട് കാണും. സ്കൂളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാവരും ഒരുമിച്ച് കൂടിയ ഒരു ദിവസം. അവരുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് യാത്രയപ്പ് നൽകുന്ന ദിവസമായിരുന്നു അത്. അതിനിടെ ഒരു കൊച്ചു കൂട്ടുകാരി വേദിയിൽ കയറി നൃത്തം ചെയ്ത് സദസ്സിനെ ആകെ കയ്യിലെടുത്തു. 10ാം ക്ലാസ്സുകാരി സിയാന. വേദിയിൽ നൃത്തം ചെയ്ത സിയാനയുടെ കണ്ണിൽ പതിഞ്ഞത് പുറത്തുണ്ടായിരുന്ന ഫാത്തിമ ഇക്ബാലിന്റെ ചുവടുകൾ. ഇരുവരെയും സദസ്സിലുള്ളവർ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. അല്ലയോ സിയാന, നീ എന്റെ ചുവടുകളിൽ ലയിച്ചു ചേർന്നോളൂ എന്ന് ഫാത്തിമ ഇക്ബാൽ പറയുന്ന പോലെ. കലാപരിപാടികൾ മുൻകൂട്ടി നിശ്ചയിച്ച ചടങ്ങായിരുന്നില്ല. നിറഞ്ഞ സദസ്സും മനോഹരമായ വേദിയും കണ്ടപ്പോൾ സിയാനക്ക് ഉദിച്ച ആഗ്രഹമാണ് നൃത്ത ചുവടുകളായി മാറിയത്. അവൾക്ക് ഭയങ്കര ഇഷ്ടം ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും എല്ലാത്തിനും. അപ്പോൾ വന്നപ്പോൾ പറഞ്ഞു, അപ്പോൾ മൈക്കോപ്പട്ടർ പാട്ടിട്ട് കൊടുത്തു. അപ്പോൾ ഇവള് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. എനിക്കും ഭയങ്കര ഇഷ്ടം ഡാൻസ് കളിക്കാൻ. അപ്പോൾ ഓളിങ്ങനെ കളിക്കണണ്ടപ്പോൾ ഞാൻ നിന്നോടത്ത് നിന്നാണ്ട് ഓരോ ആക്ഷനൊക്കെ എന്നെ കാണിച്ചു കൊടുത്തു. പിന്നെ ഞാൻ കളിക്കണ പോലെ സിയാൻ അതേപോലെ കളിക്കണണ്ടപ്പോൾ എനിക്കും ഒരു ഇൻട്രസ്റ്റ് ആയി. മൈക്ക് ഓപ്പറേറ്റർ പകർത്തിയ ദൃശ്യം വൈറലായി. വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ചു. കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം നേരിട്ടെത്തി മധുരവും ഉപഹാരവും നൽകി അഭിനന്ദിച്ചു. ഇരുവരും ഇപ്പോൾ നാട്ടിലും വീട്ടിലും താരമാണ്. വീട്ടിൽ ഡാൻസ് കളിക്കാറുണ്ടോ? വീട്ടിൽ ആരാ ഡാൻസ് പഠിപ്പിച്ചത്? ഡാൻസിന്റെ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും എന്താ പറഞ്ഞേ? ചേർത്തി പിടിക്കലിന്റെ അനിവാര്യത ഫാത്തിമ ഇക്ബാൽ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനത്തെ ഒരുപാട് കുട്ടികൾ നമ്മളെ സമൂഹത്തിലുണ്ട്. അപ്പം ഓലി നമ്മൾ ഇതേപോലെ തന്നെ ഓൽക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതേസമയം അതുപോലെ തന്നെ എന്തെങ്കിലും കഴിവും ഉണ്ടാവും. അപ്പം അത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇതാക്കി. ഇപ്പം ഓളിപ്പം ഓളെ മനസ്സിലിപ്പോൾ വലിയൊരു ഇതിലാണ് നിലയിലാണ് നിൽക്കണം. അപ്പം വളരെയധികം സന്തോഷം. സിയാനയും ഫാത്തിമ ഇക്ബാലും കൊണ്ടോട്ടി EMEA സ്കൂളിലെ മാത്രം കഥയല്ല, എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരുപാട് കഥകളിലെ നിറമുള്ള ഒരു കഥ മാത്രം. മലപ്പുറത്തു നിന്നും സമീർ ബിൻ കരീം, 24